പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ അധ്യായങ്ങളിലേക്ക് ഒന്ന് കടന്നു പോകാം. അവിടെ ആദ്യമായി പറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഡിസയറാണ്. ആ ഡിസയർ എന്ന് പറയുന്നത് ബേണിംഗ് ഡിസയർ ആണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ കെട്ടടങ്ങാത്തൊരു തീ ഉണ്ടാവണം നമ്മുടെ ഉള്ളിൽ. ആ തീയാണ് ബേണിംഗ് ഡിസയർ എന്ന് പറയുന്നത്. ആ ഉൾത്തീ, അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഏക ഒരു വഴി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ലക്ഷ്യമില്ല, നമ്മൾ ഒരിക്കലും ഇവിടെ വന്നിരിക്കില്ല, രാവിലെ എഴുന്നേൽക്കില്ല, വൈകുന്നേരം ലക്ഷ്യത്തിന്റെ പൂർത്തീകരിച്ചു എന്നുള്ള വിലയിരുത്തിന് ശേഷം നമ്മൾ സമാധാനമായി ഉറങ്ങുന്നു. ചിലർ സമാധാനമല്ലാതെ ഉറങ്ങുന്നു, ചിലർ ഉറങ്ങുന്നേയില്ല. അവരൊക്കെ തന്നെ അടുത്ത ദിവസത്തെ വലിയ ലക്ഷ്യങ്ങളുമായി ഉണരുന്നു, പക്ഷെ എങ്ങും എത്തുന്നില്ല. എന്തുകൊണ്ട്? അവരുടെ ഡിസയറിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. രണ്ടാമത്തെ അധ്യായത്തിൽ വരുന്നത്, നിങ്ങൾ ഈ പുസ്തകം വായിക്കണം, വാങ്ങണം എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസത്തെ കുറിച്ചിട്ടാണ്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയാണോ വിശ്വസിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കും. വളരെ വലിയൊരു കാര്യമാണ് ഫെയ്ത്ത് ഓർ ബിലീഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മതങ്ങളും അല്ലെങ്കിൽ വേദങ്ങളും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കുന്ന വിധത്തിലുള്ള ഒരു വിശ്വാസ സംഹിതയിൽ നിങ്ങൾ വിശ്വസിക്കണം. അത് മതങ്ങളാവാം, രാഷ്ട്രീയ ബോധമാവാം, ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള വിശ്വാസമെങ്കിലും ആയിരിക്കണം. മൂന്നാമത്തത് നമ്മൾ പറഞ്ഞത് ഓട്ടോ സജഷനാണ്. വളരെ വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം നമ്മളോട് പറയുന്ന വാക്കുകൾക്കും വാക്യങ്ങൾക്കും ഏറെ പ്രസക്തിയുണ്ട്. പൊതുസമൂഹത്തിൽ 99.99% ആൾക്കാരും അവനവൻ പറയുന്നത്, സ്വയം പറയുന്നത് ശ്രദ്ധിക്കാറില്ല. ഇതെന്തൊരു നശിച്ച ദിവസം, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇത് എന്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാവുന്നത്, ഇത് ശരിയല്ല, എന്റെ ഭർത്താവ് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികൾ ശരിയല്ല എന്ന് പറയുമ്പോൾ, അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ദുരന്തത്തിന്റെ ഒരു സോഫ്റ്റ്വെയറിനെ സ്വയം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ പറയുന്നത്. നിങ്ങളുടെ ഓട്ടോ സജഷന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മളൊക്കെ ലക്ഷ്യം നേടി ഏതൊരാൾക്കാരും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വിജയിക്കും, ഞാൻ എപ്പോൾ വിജയത്തിന്റെ പാതയിലായിരിക്കും, എനിക്ക് അതിനുള്ള കഴിവുണ്ട്, ഞാൻ അത് നേടി അടങ്ങും എന്ന് പറയുന്ന ഒരു വലിയ വലിയ ചിന്താ പദ്ധതി നമുക്ക് ഉണ്ടാവണം. ലീല ഗ്രൂപ്പ്, കൃഷ്ണൻ നായർ അല്ലെ ലീല ഗ്രൂപ്പ് ഇന്നതിന് അത്രയില്ല എങ്കിൽ പോലും അതിന്റെ തുടക്കകാലത്ത് കേവലം ഒരു സാധാരണക്കാരനായ ഒരു പട്ടാളക്കാരൻ, റിട്ടയർഡ് ചെയ്ത മനുഷ്യൻ, തന്റെ അമ്മാവന്റെ ഭാര്യയുടെ അച്ഛന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ പോകുന്നു. അവിടെ ഒരു സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചപ്പോൾ എന്തുകൊണ്ട് എന്റെ രാജ്യത്ത് എനിക്കൊരു സ്റ്റാർ ഹോട്ടൽസ് ഉണ്ടായിക്കൂടെ എന്ന് ചിന്തിക്കുന്നു. 55-ാമത്തെ വയസ്സിൽ അദ്ദേഹം തന്റെ ലീല ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ വലിയ സ്വപ്ന പദ്ധതി ആരംഭിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണം വരെ അതിന് വലിയ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ലീല പെൻറ്റൺ, അത് പിന്നെ ഇപ്പൊ ഒരുപാട് കമ്പനികൾ അത് ഏറ്റെടുത്തുവെങ്കിലും ആ ഒരു മനുഷ്യന് സാധിച്ചു. നിങ്ങൾ ഏതൊരു വിജയിച്ച വ്യക്തിയും എടുത്ത് നോക്കിയാലും മനസ്സിലാവും, അവരൊക്കെ തന്നെ ഈ ഓട്ടോ സജഷനിൽ വളരെ ശ്രദ്ധിക്കുന്നവരാണ്. അവനവന്റെ വാക്കുകൾ, അവനോട് അവൻ പറയുന്ന വാക്കുകൾ, നാട്ടുകാർ പറയുന്ന കാര്യമല്ല. നിങ്ങൾ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അയ്യോ എന്താണ് എന്റെ അയൽവാസി എന്നെ കുറിച്ച് പറയുക എന്നാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, അയൽവാസിക്ക് ഇതൊന്നും പറയാൻ സമയമില്ല. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുക. നാലാമത് സ്പെഷ്യലൈസ്ഡ് നോളജ് ആണ്. സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച വിഷയമാണ്. അറിവ് നമുക്ക് ആവശ്യമാണ്, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിന് വിജയിക്കേണ്ട അറിവ് മാത്രമേ ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അതിനാണ് സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു നോളജിൽ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യണം. പല ഡോക്ടർമാരെ നമ്മൾ കാണുമ്പോൾ അത് കണ്ണിന്റെ ഡോക്ടറെ സ്പെഷ്യലൈസ് ചെയ്ത ആളായിരിക്കും, അല്ലെങ്കിൽ അത് മറ്റ് ENT ആയിരിക്കും. ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം നിങ്ങൾക്ക് എവിടെയാണ് വിജയം വേണ്ടതെന്ന് ആദ്യം, ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ട്രെയിനറും ഒരു പ്രസന്ററും ഒരു ടീച്ചറും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ നോളജ്, എന്റെ ആ ലേണിംഗ് എന്ന് പറയുന്നത് എനിക്കൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുണ്ട്. അത് ഈ ന്യൂറോ സയൻസും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലേഖനങ്ങളൊക്കെ ഞാൻ വായിക്കും, പഠിക്കുകയും ചെയ്യാറുള്ളൂ. കാരണം ഞാൻ അതിൽ ഫോക്കസ്ഡ് ആണ്. അതുകൊണ്ട് ഞാൻ സംതൃപ്തനുമാണ്. അടുത്തത് ഇമാജിനേഷനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെയാണ് നമ്മൾ സിന്തറ്റിക് ഇമാജിനേഷനും ക്രിയേറ്റീവ് ഇമാജിനേഷനെ കുറിച്ച് പറഞ്ഞത്. ഭാവന നമുക്ക് ഏവർക്കും പറയാൻ പറ്റുന്ന ഒരു മനോഹരമായ വാക്കാണ്. പക്ഷെ ഭാവന എന്ന് പറയുന്നതിന്റെ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഭാവന ചെയ്യുന്നത് എന്ന് ആലോചിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ കൂടിയിരിക്കുന്ന 70-ൽ മേലെ ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഭാവനയൊന്ന് മാറ്റൂ. എന്നിട്ട് നിങ്ങൾ സ്വാഭാവികമായി കിട്ടിയ അറിവ് വെച്ചുള്ള ഭാവനകൾ ഒഴിവാക്കി ക്രിയേറ്റീവ് ഇമാജിനേഷനിലേക്ക് പോകണം. അല്ലെങ്കിൽ ഭാവന നമുക്ക് എന്തൊക്കെയോ ഭാവിയിൽ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ വായിച്ചത് ഒരു കാര്യം. മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഒരു വിദ്യാർത്ഥി, അവൻ വിദ്യാർത്ഥിയല്ല, ആ സമയത്ത് ഒരു എഴുത്തുകാരനായി മാറിയിരുന്നു. എപ്പോഴും ഒരു മെലിഞ്ഞ കുട്ടി, ക്ലാസ്സിൽ എല്ലാവരും അവനെ കളിയാക്കും, എല്ലാവരും ഒരു പന്ത് തട്ടുന്ന പോലെ തട്ടും, എപ്പോഴും അവന്റെ കൈ പൊളിയും കാല് പൊളിയും. അവൻ എപ്പോഴും കിടക്കുന്നത് ഹോസ്പിറ്റലിൽ മലന്ന് കിടന്നിട്ടാണ്. അവൻ എപ്പോഴും മുകളിലോട്ട് മാത്രമേ നോക്കാറുള്ളൂ. ഇവൻ ഏതെങ്കിലും ഒരു ദിവസം സ്കൂളിൽ പോയാൽ കുട്ടികൾ ഇവനെ കളിസ്ഥലത്ത് കൊണ്ടുപോയി പന്താക്കും, അവിടെയും അവൻ വീണ് മേലോട്ട് നോക്കി കിടക്കും. അങ്ങനെ കിടന്ന കുട്ടി ഒരു വളർന്ന് ഒരു വലിയ എഴുത്തുകാരനായി. അദ്ദേഹത്തിന്റെ പേര് H.G. വെൽസ് എന്നായിരുന്നു.
ആ കുട്ടിയുടെ ഭാവനയാണ് മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നതിനെ കുറിച്ച്. മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രൻ എങ്ങനെയായിരിക്കുമെന്ന് എഴുതിയ ഒരു സയൻസ് ഫിക്ഷൻ പുസ്തകം എഴുതിയ ആളാണ് പ്രിയപ്പെട്ട H.G. വെൽസ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഭാവനയുടെ ലോകത്ത് ക്രിയേറ്റീവ് ഇമാജിനേഷൻ ഇല്ലാത്ത ഒന്നും, ഈ സൂം ആയാലും ഈ കമ്പ്യൂട്ടർ ആയാലും എന്റെ മുമ്പിൽ മൈക്രോഫോൺ ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന മൊബൈൽ ഫോൺ ഒക്കെ തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് ഡിവൈസ് ആവട്ടെ, അതൊക്കെ ഒരു ക്രിയേറ്റീവ് ഇമാജിനേഷന്റെ ഉൽപ്പന്നമാണ്. നമ്മളിൽ ഇതുണ്ടോ? ഉണ്ടെങ്കിൽ ഇതെങ്ങനെ വളർത്താം എന്നൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിശദമായി ചർച്ച ചെയ്തത്. അവിടെ നമ്മൾ എത്തിയത് ഓർഗനൈസ്ഡ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലേക്കാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത്. നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ഞാൻ ആവർത്തിക്കുന്നുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ഒരുതരം പ്ലാനിങ് ആവശ്യമാണ്. പലരും പറയാറുണ്ട്, ഇഫ് യു ഹാവ് നോ പ്ലാൻ യു വിൽ ഫിറ്റ് ഇൻ ടു അതർ മാൻസ് പ്ലാൻസ്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു പ്ലാനിൽ ചെന്നുകൊടും. പ്രിയപ്പെട്ടവരെ, ദ ക്രിസ്റ്റലൈസേഷൻ ഓഫ് ഡിസയർ ഇൻ ടു ആക്ഷൻ. നമ്മൾ ആദ്യം തുടങ്ങിയ നമ്മുടെ ആ ഡിസയറിലെ എനിക്ക് എന്തെങ്കിലും ആയിത്തീരണമെന്ന ആ മനോഹരമായ ചിത്രം, അതിനെ ആക്ഷനിൽ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന, അതിനെ ക്രിസ്റ്റലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓർഗനൈസ്ഡ് പ്ലാനിങ് എന്ന് പറയുന്നത്. അത് 6th സ്റ്റെപ്പ് ടുവാർഡ്സ് റിച്ചസ്റ്റ് എന്ന് സൂചനയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇമാജിനേഷന്റെ ഒരു തുടർ പ്രക്രിയയാണ് എന്ന് കൂടി ഓർമ്മിക്കുക. അപ്പൊ അങ്ങനെ നമ്മളെ സംബന്ധിച്ചോളം ഈ അധ്യായത്തിൽ നമ്മളൊരു ആസൂത്രണം, നമ്മുടെ വിജയത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തന പദ്ധതി ഉണ്ടാക്കിയാണ്. See that those plans are checked and approved by the members of your mastermind alliance. അതായത് ഒറ്റയ്ക്ക് വിജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. വിജയിച്ച ഒരൊറ്റ ഉണ്ടെങ്കിലും നമുക്കൊരു കൂട്ടായ്മയുടെ വിജയമാണ് ഏറ്റവും നല്ലത്. ഒരു പക്ഷേ നമ്മളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ വിജയത്തിന്റെ ഭാഗമായിട്ടായിരിക്കും. അങ്ങനെ ആ കൂട്ടായ്മയുടെ വിജയമായി മാറുമ്പോൾ നമ്മൾക്കൊരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് ഉണ്ടാവും. അത് വേറൊരു അധ്യായത്തിൽ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞ ഒരേപോലെ ചിന്തിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ. നിങ്ങൾക്ക് ആ കൂട്ടായ്മയിലേക്ക് വരാൻ ഈ കൂട്ടായ്മയിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി. വലിയ പണിയൊന്നുമില്ല. കാരണം എങ്ങനെയുള്ള ഒരു വിജയിക്കുന്നവരുടെ കൂട്ടായ്മയാണിത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ മാസ്റ്റർ മൈൻഡ് എല്ലാവരോടും ഒന്ന് അന്വേഷിച്ച് ശരിയാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് അതിന് പെർസിസ്റ്റൻസ്, അല്ലെ ക്ഷമയോടുകൂടി തുടർച്ചയായി നിങ്ങൾ അത് കൺസിസ്റ്റൻസിയിലൂടെ ചെയ്യണം. എന്നിട്ട് ആ ലക്ഷ്യത്തിൽ എത്തുന്നവരെ പിന്നോട്ട് നോക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം കൂടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. നമുക്കൊക്കെ പരാജയങ്ങളൊക്കെ വരും. അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആസൂത്രണത്തിലെ പ്രശ്നമാണ്. ഒരുപക്ഷെ നമ്മൾ എപ്പോഴും പരാജയങ്ങൾ വരുമ്പോൾ, ഇപ്പൊ ഏതെങ്കിലും ഒരു ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഒരു പരാജയം വന്നാൽ, അല്ലെങ്കിൽ ഒരു റോക്കറ്റ് വീഴ്ച അവിടെ പരാജയം വന്നാൽ ഉടനെ അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തും. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റും. അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഓർഗനൈസ്ഡ് പ്ലാനിങ്ങിന്റെ ഭാഗം എന്ന് പറഞ്ഞത്. മനോഹരമായ ഒരു കോട്ടുണ്ട്, എ ക്വിറ്റർ നെവർ വിൻസ് ആൻഡ് എ വിന്നർ നെവർ ക്വിറ്റ്സ്. അതായത് വിട്ടുകളഞ്ഞവർ ഒരിക്കലും വിജയിക്കാറില്ല, അതുപോലെ തന്നെ വിജയിച്ചവർ വിട്ടുകളയാറുമില്ല. ഇപ്പൊ ഈ പ്രോഗ്രാമിലേക്ക് സ്ഥിരമായി വരുന്നവരുണ്ട്, എപ്പോഴെങ്കിലും വരുന്നവരുണ്ട്, ചിലപ്പോൾ ഇതിനെ തമാശയായി കാണുന്നവരുണ്ട്, ഇതിനെ ഗൗരവമായി കാണുന്നവരുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഗൗരവമായി കണ്ട് നിങ്ങൾ ഇതിനെ ക്വിറ്റ് ചെയ്യരുത്, ഇതിന്റെ കൂടെ തന്നെ വരണം. കാരണം നമ്മൾ വിജയം നേടുന്നത് വരെ പരാജയം 10,000 വന്നാലും വിജയം നേടുന്നവരെ നിർത്തരുത് എന്നാണ് നെപ്പോളിയനിൽ നമ്മളോട് പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾ ഏതിലാവാം, സെയിൽസിലാവാം, സർവീസിലാവാം, ഏതിലും നമുക്ക് പ്ലാനിങ് അത്യാവശ്യമാണ്. ഇനി ഇവിടെ വളരെ വിശദമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് ലീഡർഷിപ്പിനെ കുറിച്ചിട്ടാണ്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ആദ്യമേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു പുസ്തക റിവ്യൂ മാത്രമല്ല ഞാൻ ഇവിടെ ലക്ഷ്യമാക്കുന്നത്. ഇതിൽ മറ്റു പല എന്റെ വായനകളിലെ അറിവുകൾ നിങ്ങൾക്ക് തരാനുള്ള കാരണം, നിങ്ങളിലെ ആ വലിയ ആ ശക്തിയെ പുറത്തെടുക്കണം. എ ജയന്റ് വിത്തിൻ, എവേക്കൻ ദ ജയന്റ് വിത്തിൻ എന്ന മനോഹരമായ പുസ്തകത്തിൽ ടോണി റോബിൻസ് എന്ന ലോക പ്രശസ്തനായ മോട്ടിവേഷൻ സ്പീക്കർ പറയുന്ന കാര്യമാണ് ഞാൻ ഇവിടെ ആവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ലീഡർഷിപ്പ് എന്നതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മുടെ നെപ്പോളിയൻ ഹിൽ പറയുന്നുണ്ട്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ലീഡർഷിപ്പിലേക്ക് നമുക്ക് വരണമെങ്കിൽ എന്തൊക്കെ വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അതിൽ ഒന്നാമത്തത്, പറ്റുമെങ്കിൽ എഴുതിയെടുക്കുക, ഇല്ലെങ്കിൽ പുസ്തകത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 104 പേജാണ് ഓൺലൈനിൽ അതുള്ളത്. നിങ്ങൾക്ക് അല്ലാണ്ട് മാത്രമാണ് എണ്ണി നോക്കിയാൽ മതി. ഒന്നാമത്തത് അൺവേവറിങ് കറേജ് ആണ്. അതായത് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ലീഡർഷിപ്പ്. നമ്മളെ കുറിച്ചുള്ള അറിവ്, നമ്മുടെ തൊഴിൽ ഏത് മേഖലയായിക്കോട്ടെ, അതിനെയൊക്കെ തന്നെ നമ്മൾ അസാമാന്യമായ അൺവേവറിങ് അചഞ്ചലമായ
ധൈര്യമുള്ള ഒരാളായിരിക്കണം ലീഡർഷിപ്പ് എന്ന്. ലീഡർഷിപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ധൈര്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇതെന്തിനാ ഞാൻ പറയുന്നത് വെച്ചാൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന വാക്ക് എവിടെ നിങ്ങൾ പോയി നോക്കിയാൽ ഒരു കാര്യം രഹസ്യമായി ഒരു വലിയ കാര്യം മനസ്സിലാവും. ഒരു വലിയ ഓഡിറ്റോറിയത്തിലേക്ക് നിങ്ങൾ പോവുക, അവിടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടക്കുകയാണ്. അതിൽ 90% ആൾക്കാരും പിൻ സീറ്റുകളിലേക്കായിരിക്കും പോയത് ഉണ്ടാവുക. അവർ മുന്നിൽ വന്നിരിക്കാറില്ല. പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പല ട്രെയിനിങ് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ചില ഫംഗ്ഷനിൽ പോയിരിക്കുമ്പോഴും ഞാൻ എപ്പോഴും മുന്നിലെ സീറ്റിൽ മാത്രമേ ഇരിക്കാറുള്ളൂ. ഇപ്പോഴല്ല, പണ്ട് മുതലേ. പലർക്കും മടിയാണ് ഈ മുമ്പിലെ സീറ്റിൽ ഇരിക്കാൻ. എന്തുകൊണ്ടാ? അവർക്ക് അത്ര ധൈര്യം പോരാ. എന്ത് സംഭവിക്കാൻ? ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ എന്നാലും നമ്മളൊന്ന് പിറകോട്ടടിക്കുന്ന ഒരു മനഃശാസ്ത്രം നമുക്കുണ്ട്. ഒരു അപകടം നടന്നെങ്കിൽ കുറച്ച് ആൾക്കാർ മാത്രം മുന്നണി പോരാളികളായി മുന്നോട്ടിറങ്ങും, മറ്റുള്ളവർ കാണുന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു 100 മാരാകലെയാണ്. അവിടെ ഒരു കുളമുണ്ട്. അവിടെ വർഷത്തിൽ മിക്കവാറും ഒരാളെങ്കിലും കുളത്തിൽ വീണ് മരിക്കും. ഇന്നും അത് സംഭവിച്ചു. ഞാൻ ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് സംഭവം. ഏകദേശം ഒരു 500ഓളം ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഫയർഫോഴ്സ് ഉണ്ട്, മറ്റു പലരുണ്ട്. പക്ഷെ ചില ചെറുപ്പക്കാർ അതിലേക്ക് അവിടെ നീന്തി ആ ബോഡി കിട്ടുമെന്ന് നോക്കുകയായിരുന്നു. കുറച്ച് 1.5 മണിക്കൂറിന് ശേഷം അല്പം മുമ്പാണ് ആ ബോഡി ലഭിച്ചത്. അവിടെ ഞാൻ അവിടെ പോയിരുന്നു. ഞാൻ കണ്ടത് ആൾക്കാർ ഒരു ഒബ്സർവർ ആവാനാണ് എല്ലാവർക്കും ഇഷ്ടം. അവർ കമന്റുകൾ പറയുന്നു, അത് എന്തുകൊണ്ടാണെന്ന് പറയുന്നു, ചിലർ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നു. ഇതൊക്കെ തന്നെ ധൈര്യമില്ലായ്മയാണ് കാണിക്കുന്നത്. കറേജ് ആയ ആൾക്കാർ ഓൾറെഡി ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലെത്താൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾ ധൈര്യമുള്ള ഒരാളാണോ? ഭയം കൊണ്ട് പിന്മാറാറുണ്ടോ? സ്വയം ചോദിക്കുക. എങ്കിൽ നിങ്ങൾ ധൈര്യമുള്ള ഒരാളായി മാറാൻ ശ്രമിക്കുക. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ഗുണം, അൺവേവറിങ് കറേജ് എന്ന് പറയുന്ന നമ്മുടെ ലീഡർഷിപ്പിന്റെ ആദ്യം. അല്ലെങ്കിൽ നമ്മൾക്ക് ആ ധൈര്യത്തെ കുറിച്ച് ഒരു വാക്ക് ഓർമ്മിക്കുക. ധൈര്യം, അചഞ്ചലമായ ധൈര്യം. ചിലർക്ക് കുറച്ച് സമയം ധൈര്യം ഉണ്ടാവും, അതങ്ങ് പോകും. ഈ പ്രോഗ്രാം കാണുന്നവര് തന്നെ പലരും വീട്ടിലെ സൂമിലാണ് ഇരുന്ന് കാണുന്നത്. അതിൽ വളരെ കുറച്ച് ആൾക്കാരും അതിൽ സ്ക്രീനിൽ വരാറുണ്ട്. മറ്റു പലരും എന്തുകൊണ്ടാണ് സ്ക്രീനിൽ വരാത്തത്? ഒരു ഭയം, എന്നെ ആരെങ്കിലും കണ്ടാലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് ഒരു ഓപ്പൺ ചെയ്തിരുന്നുകൂടാ? ഞാൻ പറയുമ്പോൾ പലരും ഓപ്പൺ ആക്കി. ഞാൻ വെറുതെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളുടെ ധൈര്യമാണ്. നിങ്ങൾ ആരെയൊക്കെയോ ഭയക്കുന്നു. എന്നെ ആരും കാണരുത്. നിങ്ങൾ ആരെ കാണാൻ? നിങ്ങൾ മറ്റൊന്ന് ശ്രദ്ധിക്കണേ. ചിലപ്പോൾ അതിലൂടെ ഒരാൾ നടന്നു പോകുന്നുണ്ടാവും, ചില പറയിലൂടെ അച്ഛൻ പോകുന്നുണ്ടാവും. നിങ്ങൾ എന്തിനാ മൈൻഡ് ചെയ്യണേ? നിങ്ങൾ ഒരു സൂം പ്രോഗ്രാമിൽ പോലും നിങ്ങൾ ധൈര്യവാന്മാരല്ല. മുമ്പിലത്തെ സീറ്റിലിരിക്കാത്ത അതേ അസുഖം തന്നെയല്ലേ ഇതും. ഞാൻ പറയാത്തൊരു കാര്യമാണ്, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോൾ മുന്നിട്ടിറങ്ങാനുള്ള ഒരു ശീലം ഉണ്ടാകും. അത് തുടങ്ങി പഠിക്കണം. എങ്കിലും നിങ്ങൾക്ക് വിജയത്തിലെത്താൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല. നിങ്ങൾ വെറും ഒരു ഫോളോവറായി മാറും. ഫോളോവേഴ്സിനെ ആരും അംഗീകരിക്കാറില്ല, ആരും അവരെ മൈൻഡ് ചെയ്യാറില്ല. അവർക്ക് വിജയം ഏറെ അകലെയായി. അതാണ് ഓർമ്മിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തത് സെൽഫ് കൺട്രോളിനെ കുറിച്ചാണ്. പറയാൻ എന്ത് എളുപ്പം. സ്വയം നിയന്ത്രണം, ആത്മനിയന്ത്രണം എന്നൊക്കെ പറയാൻ ഏറെ ഏറെ എളുപ്പമാണ്. പക്ഷെ എത്ര പേർക്ക് അതുണ്ട്? അതാണ് നമ്മുടെ മനോഹരമായ അടുത്ത കാര്യം. രണ്ടാമത്തെ കാര്യം സെൽഫ് കൺട്രോൾ. അവനവനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരാൾക്ക് മറ്റുള്ളവരെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? നമ്മുടെ ബുദ്ധിയോ എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾക്ക് ആത്മനിയന്ത്രണം എന്ന് പറയുന്ന ഈ ഗുണമുണ്ടോ? ഞാൻ പറയുന്നത് ഇതൊരു പുസ്തക വായനയായിട്ട് കാണല്ലേ പ്ലീസ്. സ്വയം ഒന്ന് ആലോചിച്ചു നോക്കൂ. വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് നമ്മൾ തീരുമാനമെടുക്കുന്നു. എത്ര പെട്ടെന്നാണ് തീരുമാനമെടുക്കുന്നത്? തെറ്റാവാം, ശരിയാവാം. പക്ഷെ കുറച്ച് ആലോചിച്ചുകൊണ്ട്, ഞാൻ സാധാരണ പറയുന്നൊരു പ്രിഫ്രോണ്ടൽ കോർട്ടക്സ്, റെപ്റ്റീലിയൻ ബ്രെയിൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭാഗമുണ്ട്. ഈ റെപ്റ്റീലിയൻ ബ്രെയിനിൽ അമിഗ്ഡാലൊക്കെ തീരുമാനം എടുത്തിട്ട് പ്രവർത്തിക്കും. വികാരം കൊണ്ട് എന്തൊക്കെയോ ചെയ്തു പോകും. പിന്നീട് പറയും വേണ്ടായിരുന്നു. ഒരല്പനേരം ഞാൻ ശാന്തനായിരുന്നാൽ ഒരുപക്ഷെ ഒരു മഹാദുരന്തം ഒഴിവാക്കാമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആ സമയത്ത് തന്നെ തീരുമാനമെടുത്തുകൊണ്ട് പ്രിഫ്രോണ്ടൽ കോർട്ടക്സിലേക്ക് അല്പം സമയം എടുത്തുകൊണ്ട് തീരുമാനമെടുക്കാൻ തന്റെ ബുദ്ധി അനുവദിച്ചാൽ നിങ്ങളുടെ ജീവിതം ഏറെ മനോഹരമാവും. അതിനാവശ്യമായ ഒരു ഗുണമാണ് സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം. മഹാഭാരത യുദ്ധത്തിനിടയിൽ
ഭഗവത്ഗീത ഉപദേശം നടക്കുന്ന സമയത്ത് അർജുനൻ കൃഷ്ണനോട് പറയുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലയോ കൃഷ്ണ, എനിക്ക് എന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നു. അപ്പോഴാണ് കൃഷ്ണൻ പറയുന്നത്, അവനവന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്തവൻ ഒരു യോദ്ധാവല്ല, ഏകാഗ്രത എനിക്ക് ലഭിക്കില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അസ്വസ്ഥമായ അന്തരീക്ഷത്തിൽ നമുക്ക് നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ ഒട്ടനവധി കൺട്രോൾ നഷ്ടപ്പെട്ടവരുടെ പരിണത ഫലമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷിക്കപ്പെട്ടവരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ എന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, സാർ അന്ന് അത് ചെയ്യാതിരുന്നെങ്കിൽ. ഒരു നിമിഷത്തിന്റെ ദുർബലതയ്ക്ക് മുന്നിൽ എല്ലാം അവസാനിപ്പിക്കേണ്ടി വന്ന് ജീവിതം വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോയ ഒട്ടനവധി സഹോദരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓർക്കുക, വല്ലപ്പോഴും നമ്മളും അങ്ങനെ ആവാതിരിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് സെൽഫ് കൺട്രോൾ ആണ്. അതെങ്ങനെ പറ്റും? ശ്രമിക്കുക. രാവിലത്തെ സെഷനിലെല്ലാം എന്നെ കൃത്യമായിട്ട് ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച്. നമ്മുടെ വൈകാരിക ബുദ്ധി എങ്ങനെ നമുക്ക് നമ്മുടെ ഒരു അലങ്കാരമാക്കി മാറ്റാം. അതാണ് ഇവിടെ പറയുന്ന രണ്ടാമത്തെ സെൽഫ് കൺട്രോൾ. ആദ്യം പറഞ്ഞു ധൈര്യം, അസാമാന്യമായൊരു ധൈര്യം നമുക്ക് വേണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ ജനിച്ചു, നിങ്ങൾ മരിക്കും, ഉറപ്പാണ്. ഒരുപക്ഷെ നിങ്ങൾ ഡെത്ത് ഓഫ് ഡെത്ത് പോലെ മരണത്തിന്റെ അപ്പുറത്തേക്ക് 2040 മരണമില്ലാത്ത ലോകത്തേക്ക് എത്തിച്ചേർന്നേക്കാം. സയൻസ് അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ ചോദ്യം നിങ്ങളോടാണ്, എന്തായാലും നോർമൽ നമ്മൾ മരിക്കുമെന്ന് വിശ്വസിക്കും. മരിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മൾ മരിച്ചു കിടക്കുന്നതിന് ചിന്തിച്ചാൽ അവിടെ ഒരു ഭയമില്ല, അവിടെ ഒരു സ്നേഹമില്ല, അവിടെ ഒരു വികാരങ്ങളില്ല. വികാരമില്ലാത്ത ഒരു നിശ്ചല ശരീരമായി നമ്മൾ മാറുമ്പോൾ അതിനിടയിലുള്ള സമയത്തിന് എന്തിനാണ് ഭയക്കുന്നത്? ആരെയാണ് ഭയക്കുന്നത്? ഈ ഭയമാണ് നമ്മുടെ സെൽഫ് കൺട്രോൾ ഇല്ലാതെ നമ്മുടെ സന്തോഷത്തിന്റെ, ആത്മഹർഷത്തിന്റെ അഭാവം പലപ്പോഴും നമുക്കുണ്ടാവുന്നു. ഇനി മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി, ഒന്നാമത്തെ ഞാൻ പറഞ്ഞു ധീരത, രണ്ടാമത്തെ ഞാൻ പറഞ്ഞു ആത്മനിയന്ത്രണം അല്ലെ സെൽഫ് കൺട്രോൾ. മൂന്നാമത്തതിലേക്ക് നമ്മൾ പോവാണ് എ കീൻ സെൻസ് ഓഫ് ജസ്റ്റിസ്. നീതിയെ കുറിച്ചുള്ള ഏറ്റവും വലിയ കാഴ്ചപ്പാട്. ലീഡർഷിപ്പിന്റെ എനിക്ക് തോന്നി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സെഷനാണിത്. ലീഡർഷിപ്പിന്റെ എ കീൻ സെൻസ് ഓഫ് ജസ്റ്റിസ്. ഇതില്ലാതെ ഒരു ലീഡർക്കും ഇവിടെ ജീവിക്കാൻ പറ്റും, അല്ലെ വിജയിക്കാൻ പറ്റും. ഭഗവത്ഗീതയുടെ അവസാന ശ്ലോകത്തിൽ വ്യാസൻ പറയുന്ന 4 വരികൾ, എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവം നീതിർ മതിർമമ. എവിടെ യോഗേശ്വരനായ കൃഷ്ണൻ ബുദ്ധി അല്ലെങ്കിൽ കർമ്മനിരതനായ അർജുനനും ഉണ്ടോ, അവിടെ ഐശ്വര്യവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ധ്രുവം നീതി മതിർമമ. അവിടെ നീതി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഭഗവത്ഗീതയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. ക്വാളിറ്റി എ കീൻ സെൻസ് ഓഫ് ജസ്റ്റിസ്. നമ്മുടെ ലീഡർഷിപ്പിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം, ആർക്കൊക്കെ വേണ്ടി അവർ വിധേയരാകുന്ന ലീഡേഴ്സിന് സമൂഹത്തിൽ വിലയുണ്ടാവുന്നില്ല. നീതി എന്ന വാക്ക് നമ്മുടെ ത്രാസിൽ എപ്പോഴും പൊങ്ങി നിൽക്കണം. അതാണ് ഇവിടെ പറയുന്ന മൂന്നാമത്തെ ക്വാളിറ്റി, നീതിബോധം. നാലാമത്തത് തീരുമാനങ്ങൾ. അതൊരു ചാപ്റ്ററിന് വരുന്നുണ്ട്, അന്നേരം ഒന്നും കൂടെ ഞാൻ പറയാമെങ്കിലും ഇത് പറഞ്ഞു പോവാണ്. ഡെഫിനിറ്റ്നെസ് ഓഫ് ഡിസിഷൻ. തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ ഒരു കൃത്യത. പലരും തീരുമാനം എടുക്കാൻ വളരെ രസകരമായ ഒരു ഡേറ്റ് വരാൻ പോവാണ്, ജനുവരി 1. ഡിസംബർ 31 നമ്മുടെ അടുത്ത് ആഗതമാകുന്ന സമയത്ത് നമ്മളൊരു തീരുമാനം എടുക്കും, ഞാൻ നാളെ മുതൽ നന്നാവും. ഒരു മനോഹരമായ ഡയറി ആരെങ്കിലും തന്നതോ അല്ലെങ്കിൽ പണം കൊടുത്ത് വാങ്ങുകയോ ചെയ്തിട്ട് അതിന്റെ എഴുതി വെക്കും, ഇതാ ജനുവരി 1 എന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു, ഞാൻ ഇന്ന് മുതൽ മാറാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ മാറ്റം കേവലം 24 മണിക്കൂറിനപ്പുറം പോകാറില്ലെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അവസാനം ആ ഡയറി പരിശോധിക്കുമ്പോൾ അവിടെ ശൂന്യമാം അക്ഷരങ്ങളും അവസാനം ആ ഡയറി മാറ്റി അടുത്ത വർഷവും ഡിസംബർ 31 തീരുമാനം മാറ്റും. ഓർക്കുക, ഇത്തരത്തിൽ എടുക്കുന്ന ഒരാൾക്ക് എവിടെയും ഒരു ഡിസിഷനിൽ ഡെഫിനൻസ് ഇല്ല. എനിക്കറിയാം, ഒരുപക്ഷെ ഇത്തരത്തിലൊരു പ്രോഗ്രാം ചെയ്യണം എന്നത് ഞങ്ങളുടെ ഡിസിഷന്റെ ഭാഗമാണ്. ഈ ഡിസിഷന്റെ ഭാഗമാണ്. എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ
ഓരോ നിമിഷവും 35,000 ഡിസിഷൻസ് ആണ് ഒരു ദിവസം നിങ്ങളുടെ തലച്ചോറ് എടുക്കുന്നത്. 60,000 ചിന്തകൾ കടന്നു പോകുന്ന ഈ മഹത്തായ അവയവത്തിനുള്ളിൽ 35,000 ഡിസിഷൻസ് എടുക്കുന്നുണ്ട് ബോഡി. ഇപ്പൊ ഞാൻ ഈ കൈ ഉയർത്തുമ്പോൾ എന്റെ ബ്രെയിൻ ഒരുപാട് ഡിസിഷൻ എടുത്തു. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ബ്രെയിൻ ഒരുപാട് ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഏത് പറയണം, ഏത് പറഞ്ഞുകൂടാ, ഏത് പേജ് നോക്കണം. നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്യുന്ന ചിന്തിക്ക് എത്രത്തോളം ഡിസിഷൻ എടുക്കണം. അപ്പോൾ ഡിസിഷൻ എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല. തീരുമാനങ്ങൾ, ചില ഉത്തരങ്ങൾ ഉണ്ടാവില്ല, അത് ചിലപ്പോൾ വിട്ടെ, തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഓരോ ദിവസവും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യാറുണ്ട്. സ്വയം ചോദിക്കും, ഈ പുസ്തകം വാങ്ങണമെന്ന് തീരുമാനിച്ചിട്ട് ഇതുവരെ ഓർഡർ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അഥവാ കിട്ടിയാൽ ഇത് ഷെൽഫിൽ വെച്ചുകൊണ്ട് ഇന്നൊന്ന് വായിക്കാൻ തുടങ്ങാമെന്ന് തീരുമാനിക്കുന്നവരുണ്ടാവും. നടക്കാറില്ല. ഡെഫിനറ്റ് അതിന് കൃത്യത വേണം. തീരുമാനങ്ങൾക്ക് ഒരു കൃത്യത വേണം. എന്താണ് കൃത്യത എന്ന് പറയുന്നത്? അത് വ്യത്യസ്തമാണ്. ഡിസിഷൻ എന്നൊരു ടോപ്പിക് തന്നെ ഉള്ളത് കൊണ്ട് വിശദമായിട്ട് അതിലേക്ക് പോകുന്നുണ്ട്. എങ്കിലും ഞാൻ ആമുഖമായി പറയട്ടെ, പലതവണ കേട്ടാലല്ലേ നമ്മുടെ ബ്രെയിനിൽ നിൽക്കും. നിങ്ങളുടെ ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഡിസിഷൻ എടുക്കണം ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊരു മെന്ററുടെ, ഒരു കോച്ചിന്റെ അഭിപ്രായം എടുക്കാം, വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ അഭിപ്രായം എടുക്കാം, എന്നിട്ടൊരു തീരുമാനം. ഇപ്പൊ ഞാനൊക്കെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് എന്റെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളോട് അന്വേഷിക്കാറുണ്ട്. അതിൽ അവരുടെ ഒരു ഒപ്പീനിയൻ എടുക്കാറുണ്ട്. അതൊക്കെ എന്റെ ഇതൊന്നും എടുക്കാതെ ഞാൻ കാലത്ത് ഒരുപാട് തെറ്റായ തീരുമാനങ്ങൾ എടുത്തൊരു മനുഷ്യനാണ്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ ഞാനൊരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആയതുകൊണ്ട് പല തീരുമാനങ്ങളും എനിക്ക് എടുക്കേണ്ടി വരും. നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. സ്റ്റാഫിന്റെ തീരുമാനം എടുക്കണം, കുട്ടികളുടെ തീരുമാനം എടുക്കണം, ഡിപ്പാർട്ട്മെന്റ്, എവരിത്തിങ്. പക്ഷെ അവിടെ ഒരു ഡെഫിനറ്റ്നസ് ഉണ്ടാവണം, കൃത്യത വേണം. ഇനി അതിനെക്കുറിച്ച് ഡിസിഷൻ എന്ന ചാപ്റ്ററിൽ ഞാൻ വിശദീകരിച്ച് പറയുന്നതുകൊണ്ട് ഇപ്പൊ ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒന്ന് ഓർമ്മിക്കുക. ആദ്യം ഞാൻ പറഞ്ഞു ധൈര്യം, ആത്മനിയന്ത്രണം അല്ലെങ്കിൽ കൺട്രോളിങ്, പിന്നെ നീതിബോധം, തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ്, അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ്. അഞ്ചാമത്തത് പ്ലാനുകൾ, ഡെഫിനറ്റ്നെസ് ഓഫ് പ്ലാൻസ്. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കും. ഒരു വീട് കെട്ടുന്നിരിക്കട്ടെ, പലർക്കും പറ്റുന്ന മിസ്റ്റേക്ക്, ഒരു പ്ലാൻ ഉണ്ടാക്കും, അതിന് പണി തുടങ്ങുന്ന സമയത്ത് അയൽവാസി വന്നൊരു അഭിപ്രായം പറയും, ഉടനെ അതങ്ങ് മാറ്റും. എത്ര പേർക്ക് പറ്റും? ഇപ്പൊ നിങ്ങളൊരു പ്ലാനിങ്ങിലൂടെയാണ് ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. ഈ ക്ലാസ് എടുക്കുമ്പോൾ എനിക്കൊരു പ്ലാനിങ് ഉണ്ട്. ആദ്യം ആ തീരുമാനങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ തീരുമാനത്തിന് ഉപോത്ബലകമായ പ്ലാനാണ് വേണ്ടത്. 9:15 സെഷൻ തുടങ്ങണം, 9:05 അല്ലെങ്കിൽ 9:10 ഇത് ഓപ്പൺ ആവും. ആ സമയത്ത് ആ പ്ലാൻ കറക്റ്റായി പറഞ്ഞ വർക്ക് ചെയ്യാണ്. 9:15 ക്ലാസ് തുടങ്ങുന്നത്. 1-2 മിനിറ്റ് മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു 10 മണിയാകുമ്പോഴേക്ക് നമ്മൾ ഇത് അവസാനിപ്പിക്കും. ഒരു പ്ലാനിങ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇഫ് യു ഹാവ് നോ പ്ലാൻ യു വിൽ ഫിറ്റ് ഇൻടു അതർ മാൻസ് പ്ലാനിങ്. ഓർഗനൈസ് പ്ലാനിങ്ങിൽ വരുന്നതാണ് ഇത് പറയുന്നത്. നിങ്ങൾക്ക് വ്യക്തമായ പദ്ധതി ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു പദ്ധതിയിൽ പെടും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യുന്നു എന്നത് ഒന്നുകിൽ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ സ്വന്തമായി ഒരു ബിസിനസ് നടത്തുന്ന ഒരാളാണെങ്കിൽ, ഓൺട്രപ്രണേഴ്സ് ആണെങ്കിൽ, നിങ്ങളുടെ ഡിസിഷനാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. റിസ്ക് ഉണ്ട്. ഒരു പട്ടാളത്തിലെ കമാൻഡറെ ഓർമ്മിച്ചു നോക്കുക. അദ്ദേഹത്തിന്റെ ഡിസിഷൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്ലാനിങ്ങും വളരെ കറക്റ്റ് ആയിരിക്കും. യുദ്ധത്തിലൊക്കെ വർക്ക് ചെയ്ത പട്ടാളക്കാരൻ ഇതിലുണ്ട്. അപ്പൊ ഇങ്ങനെ പോയി യുദ്ധം ചെയ്യലല്ലോ, ഒരു പ്ലാനിങ് ഉണ്ടാവും. ഇവിടെ പ്ലാനിങ് ബോർഡ് ഉണ്ട്. ഇപ്പൊ ഓരോ വർഷം ഓരോ മാസം എത്ര ശമ്പളത്തിന് കൊടുക്കണം, എത്ര മറ്റു കാര്യങ്ങൾ ചെലവാക്കണം എന്ന് പറഞ്ഞൊരു പ്ലാനിങ് ബോർഡ് ഉണ്ട് ഇവിടെ. അവർക്കൊരു പ്ലാൻ ഉണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് പറയുന്നത് അഞ്ചാമത്തെ ക്വാളിറ്റിയായി പറയുന്നത് പ്ലാനിങ്. ഇനി അടുത്ത പോയിന്റിലേക്ക് വരികയാണ്. ദ ഹാബിറ്റ് ഓഫ് ഡൂയിങ് മോർ ദാൻ പെയ്ഡ് ഫോർ. വളരെ ഇമ്പോർട്ടന്റ്. അതായത് മലയാളം പറഞ്ഞുതരാം. അതായത് നമുക്കൊരു സേവനം അല്ലെങ്കിൽ എന്തിനെങ്കിലും നമ്മളൊരു സേവനത്തിന് പണം വാങ്ങുന്നതിൽ നല്ല സേവനം എക്സ്ട്രാ കൊടുക്കുക. ഡൂയിങ് മോർ. അതായത് തന്റെ അനുയായികൾക്ക്, ഇതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. കാരണം ഇതിൽ പലരും ബിസിനസ്സുകാരൊക്കെയാണ് തോന്നുന്നു. ലീഡർഷിപ്പിലൊക്കെ ആൾക്കാരൊക്കെ എന്താണ്. അപ്പൊ തന്റെ അനുയായികൾക്ക്
അവർ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന ആളായിരിക്കണം ഒരു ലീഡർ. ലീഡർ എന്ന് ഞാൻ പറഞ്ഞത് വീട്ടിലെ ലീഡർ എടുക്കും, അച്ഛൻ അമ്മയും അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവരെ എടുക്കും. അവര് തന്നെ ഓരോരാളും വാട്ട് ബെസ്റ്റ് ഐ ക്യാൻ ഡു ടു മൈ വൈഫ് ആസ് എ ഹസ്ബൻഡ്. ഒരു ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് എന്ത് കൂടുതൽ ചെയ്യാൻ പറ്റും, ഒരു വൈഫ് എന്ന നിലയിൽ എന്ത് കൂടി ചെയ്യാൻ പറ്റും, ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ലീഡർ എന്ന നിലയിൽ ചെയ്യാൻ പറ്റും, അവരുടെ കെയർ ചെയ്യണം. ഓരോ ദിവസവും നിങ്ങൾ ലീഡർഷിപ്പിൽ ഉയരണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അനുയായികളെ അല്ലെ ഫോളോവേഴ്സിനെ കൂടുതൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കൂടുതൽ അവരുടെ ആളായി മാറണം. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് അവരെ കൂടെ നിൽക്കണം. രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും എവിടെയായാലും ലീഡർഷിപ്പിനകത്ത് ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് ചില ലീഡേഴ്സിന് വേണ്ടി അനുയായികൾ മരിക്കാൻ പോലും തയ്യാറാണ്. ദേ ആർ ഡൂയിങ് മോർ, അതായത് അധികം ചെയ്യും, ഒരു എക്സ്ട്രാ അവരുടെ ഭാഗത്തുണ്ടാവും. അതാണ് അടുത്ത പോയിന്റ്. വിശദീകരിച്ച് വരുന്ന പിന്നീട് വരും. ഇനി അടുത്ത പോയിന്റ്, എ പ്ലീസിങ് പേഴ്സണാലിറ്റി. ഇത് അധികം വിശദീകരിക്കാൻ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. ചിലവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ലീഡറാന്ന് തോന്നും. അയാളുടെ ചിരി, അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാളുടെ പേഴ്സണാലിറ്റി, അത് മനസ്സിലാവുമല്ലോ. ഒരു കൂട്ടത്തിൽ പെട്ടെന്ന് ലീഡറാണ് ഒരാൾ. അതുകൊണ്ട് നമ്മൾ എന്തിനൊക്കെ ശ്രദ്ധിക്കണം? നമ്മുടെ ഡ്രസ്സിൽ ശ്രദ്ധിക്കണം എന്ന് ഞാൻ കുറച്ച് വിശദമായി പറയുന്നത്. നമ്മുടെ മുടിയിൽ ശ്രദ്ധിക്കണം, നിങ്ങൾ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂംസിൽ ശ്രദ്ധിക്കണം, അതുകൊണ്ട് ബോഡി ലാംഗ്വേജിൽ ശ്രദ്ധിക്കണം, ഇതൊക്കെ ശ്രദ്ധിക്കണം. പേഴ്സണാലിറ്റി ഈസ് എ ഹ്യൂജ് സബ്ജക്ട്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അതൊരു പ്ലീസിങ് ആണ്. ചിലവരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും, ചിലവരെ കാണുമ്പോൾ തന്നെ മടുത്തു വരും. 99% ലീഡേഴ്സിന്റെ കുഴപ്പം തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവര് ലീഡറാണെന്ന് അവർ വിചാരിക്കണം, എന്നിട്ട് അനുയായികളോട് ചൂടാവും. അന്നേരം വെറുക്കും. ജസ്റ്റ് പ്ലീസ് ഒരു പുഞ്ചിരി, നിങ്ങൾ ഒരു മാറ്റങ്ങൾ വരുത്തും. ഒരു വാക്ക്, ഒരു നോട്ടം, ഇതൊക്കെ തന്നെ ആ പേഴ്സണാലിറ്റിയുടെ ഒരു ഘടകമാണ്. പേഴ്സണാലിറ്റി ട്രേസിലാണ് എ പ്ലീസിങ് പേഴ്സണാലിറ്റി. എന്ന് വെച്ച് വലിയ സുന്ദരനാവണമെന്നോ സുന്ദരിയാവണമെന്നോ ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് നാളെ തന്നെ ഒരു പ്ലാസ്റ്റിക് സർജറിക്ക് ഒന്നും ഇതേനാവേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആ മുഖത്തിന്റെ സന്തോഷം കണക്ക് നിങ്ങളുടെ മനസ്സിലാണ് പ്രിയപ്പെട്ടത്. ചില സിറ്റുവേഷനുകളിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാവേണ്ടി വരുന്നതായിരിക്കും. പക്ഷെ എങ്കിൽ പോലും അവിടെ ഒരു പ്ലീസിങ് പേഴ്സണാലിറ്റി ഉണ്ടാവണം എന്നാണ് അടുത്ത ലീഡർഷിപ്പിന്റെ ഗുണം. ഞാനെല്ലാം ആവർത്തിക്കുന്നുണ്ട്. ധൈര്യം, ആത്മനിയന്ത്രണം, നീതിബോധം, തീരുമാനത്തിന്റെ ഡെഫിറ്റ്നസ്, പ്ലാൻ, കൂടുതൽ കൊടുക്കുക, പ്ലീസിങ് പേഴ്സണാലിറ്റി. 8ാമത്തേൽ കാണുന്നു സിമ്പതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അത് എനിക്ക് കുറച്ചും കൂടെ ഞാനത് മാറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും നെപ്പോളിയനെ ഹില്ല് പറയുന്നതിനെ എനിക്ക് ക്രോസ് ചെയ്യാനൊന്നും പറ്റില്ല. സിമ്പതി വലിയൊരു ഘടകമാണ്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പറ്റണം. 99% ലീഡേഴ്സിന് ലിസണിങ് ഇല്ല. 2 ചെവി 1 വായേ ഉള്ളൂ. മിക്കവാറും കുഴപ്പങ്ങൾ ഉണ്ടാവുന്നത് ഈ പറയുന്ന ഈ ഒരു പ്രശ്നമാണ്. കേൾവിക്കാരനാവാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ നല്ല കേൾവിക്കാരാണ്. ഇപ്പൊ മെന്ററിംഗിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വന്നതിനോട് സംസാരിക്കും. ഞാൻ ശാന്തമായി കേൾക്കും. ഇടപെടുന്ന സമയത്ത് മാത്രം സംസാരിക്കും. ഇത് നമ്മളും പ്രാവർത്തികമാക്കാൻ ഒരു എക്സ്പീരിയൻസ് കൂടെ പറ്റും. ഭാര്യ ഭർത്താക്കന്മാരെ ഓർമ്മിക്കുക. വീട്ടിൽ ഭാര്യ പറയാൻ തുടങ്ങുമ്പോഴേക്ക് ഭർത്താവ് കയറി തുടങ്ങിയിട്ടുണ്ടാവും. തിരിച്ചും 2 കൂട്ടർ പറയുന്ന ഒരു ഐഡിയ ആലോചിക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഇനി സംഭവിക്കാതിരിക്കട്ടെ. വെറുതെ അതായത് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ്. അതിന്റെ സിമ്പതിയേക്കാൾ നല്ല ഞാൻ എമ്പതി എന്ന വാക്കാണ് വരാൻ വന്നത്. നമുക്കൊരു വലിയൊരു നമ്മുടെ ഭാഗത്ത് ചിന്തിക്കണം. നമുക്ക് അങ്ങനെ ആയാലോ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാനിപ്പോ അധ്യാപകൻ എന്ന നിലയിൽ, ഒരു ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ അധ്യാപകരെ മനസ്സിലാക്കണം, ആ കുട്ടികളെ മനസ്സിലാക്കണം, രക്ഷിതാക്കളെ മനസ്സിലാക്കണം. അവിടെ നിസ്സഹായത ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ലീഡർ ആണെങ്കിൽ നിങ്ങൾ കേൾക്കാൻ തയ്യാറാവും.
അത് ബിസിനസ്സിലാവട്ടെ, മറ്റേത് മേഖലയിലാവട്ടെ. അതോടൊപ്പം തന്നെ അവരോട് സിമ്പതി ഉണ്ടാവണം. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, നമ്മളെ മാസ്റ്ററി ഓഫ് ഡീറ്റെയിൽസ്. അതായത് ഈ ഡീറ്റെയിൽസ് എന്താണ്? തന്റെ പൊസിഷൻ എന്താ, അതായത് തന്റെ എന്താണ് ആസ് എ ലീഡർ എന്ന നിലയിൽ തന്റെ എന്താണ് തന്റെ ഡ്യൂട്ടി, അല്ലെ എന്റെ സ്ഥാനം എന്താണ് എന്റെ റോൾ. ഇത് വളരെ ഗുണം ചെയ്യുന്നത് ഇപ്പോൾ ഈ ഇന്ത്യക്ക് പുറത്തൊക്കെ പോയി പല ടീം ലീഡേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇൻഷുറൻസ് കമ്പനികളിൽ ഇന്ത്യയിലുണ്ടാവും, പുറത്തുണ്ടാവും. കമ്പനികളുടെ ഹെഡ് ആവേണ്ടി വരും. ഇപ്പൊ ഡയർ സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വേണ്ടി വരും. ഏറ്റവും കൂടുതൽ ആവശ്യമായ ഡയർ സെല്ലിംഗ് ഇൻഡസ്ട്രിയിലാണ്. എല്ലാത്തിനും വേണ്ടി. ആ സമയത്ത് അവരുടെ പൊസിഷൻ മനസ്സിലാക്കും. അത് കൂടുതലാണെന്ന് എനിക്ക് അഹങ്കാരം കൊണ്ടാവരുത്, എന്നാലും തീരെ കുറഞ്ഞു പോയി. ഒരു ലീഡർ ആണ്. അതിൽ അദ്ദേഹത്തിന്റെ വാക്കിലും നോക്കിലും നടപ്പിലും ഒക്കെ വ്യത്യാസം സാധാരണക്കാരിൽ നിന്ന് എടുത്തു ചാടി എന്ന് പറയുന്നു. ഇപ്പൊ ചില കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ അറിയാതെ പറഞ്ഞു പോയ വലിയ പ്രശ്നം, അല്ലെങ്കിൽ സിനിമാ മേഖലയിലൊക്കെ വെറുതെ ഒരു കമന്റ് പറഞ്ഞ് ഈ പത്രക്കാരും അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ എന്തെങ്കിലും ഒരു പരിപാടി പകുതി കിട്ടാൻ ആഗ്രഹിക്കും. അത് വൈറലാണ്. ഇപ്പൊ അറ്റൻഷൻ കിട്ടാത്തതുകൊണ്ട് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ പറയുന്ന പോലെ നിങ്ങളുടെ പൊസിഷൻ മനസ്സിലാക്കണം. അടുത്തത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള കഴിവ്, റെസ്പോൺസിബിലിറ്റി ടേക്കിംഗ്. ഇവിടെയാണ് പലരും പരാജയപ്പെട്ടു. ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണ് റെസ്പോൺസിബിലിറ്റി? നമുക്ക് പറയുന്നൊരു വാക്കാണ് ഉത്തരവാദിത്വം. അച്ഛൻ എന്ന നിലയിൽ ഉത്തരവാദിത്വമുണ്ട്, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ഉത്തരവാദിത്വമുണ്ട്, ഒരു സമൂഹത്തിന് അത്യാവശ്യ ലീഡർഷിപ്പ് കൊടുക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, എന്റെ ജോലിയിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ഫുൾ റെസ്പോൺസിബിലിറ്റി അല്ല ഉദ്ദേശിച്ചത്. അത് എടുക്കാനല്ല, അസ്യൂം ഫുൾ റെസ്പോൺസിബിലിറ്റി. അതായത് പൂർണ്ണമായി ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ഒരു അസാമാന്യമായ കഴിവാണ്. ഇവിടെ പല ലീഡേഴ്സും അനുയായികളെ വിട്ടങ്ങ് ഓടിക്കണം. ഒരു പരാജയം വരുമ്പോഴാണ് ഒരു നേതാവ് മുന്നോട്ട് വരേണ്ടത്. അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഒരു ക്രിക്കറ്റ് മാച്ചിലാവാം, ഒരു ഫുട്ബോൾ മാച്ചിലാവാം, അതിലുണ്ടാവുന്ന പരാജയത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റമുള്ളവൻ മാത്രമേ ലീഡറാവൂ. ഞാൻ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ അനുയായികളുടെ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും, എങ്കിലും അതിലേക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? അപ്പൊ ആ ഉത്തരവാദിത്തം പൂർണ്ണമായും ഏറ്റെടുക്കാനുള്ള ഒരു ചങ്കൂറ്റമുള്ളവനായിരിക്കണം ലീഡർ. ഇതെല്ലാം ഉണ്ടോ നോക്ക്. അങ്ങനെ ഏറ്റെടുക്കുന്നവർ ഒരിക്കലും സ്റ്റേജിന്റെ മുമ്പിൽ മാത്രമേ ഉണ്ടാവും. ഈ സൂമിൽ അവര് ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും അവരുടെ സ്ക്രീൻ. ഒരു സംശയം വേണ്ട. അതെന്തുകൊണ്ടാണ്? അത് കാണിക്കുന്നത് ഒരു ഉത്തരവാദിത്തത്തിന്റെ കാര്യമാണ്. ഇപ്പൊ ഞാൻ ഈ സെഷൻ എടുക്കുന്നു, ഞാൻ ഓഡിയോ മാത്രമേ തരുന്നുള്ളൂ, ഞാൻ വിഷ്വല് കട്ട് ചെയ്താലോ നിങ്ങൾ അറ്റൻഷൻ പോകും. ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഇനി അടുത്തത് സഹകരണം, കോപ്പറേഷൻ. ആമയുടെയും മുയലിന്റെയും കഥ പഠിപ്പിച്ചവരാണല്ലോ നമ്മൾ. ലോകത്ത് ഇത്തരം ഒരു മണ്ടൻ കഥ ആരും ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. ആ കഥ കണ്ടുപിടിച്ച വിഷ്ണു ശർമ്മ, അദ്ദേഹത്തിന്റെ പഞ്ചതന്ത്ര കഥയിലൊരു കഥയാണ് ആമയും മുയലിന്റെയും ഓട്ടക്കഥ. ആ കഥയ്ക്ക് 2, 3, 4 വേർഷൻ ആക്കിയിട്ട് ഇതിലിരിക്കുന്ന ഭൂരിഭാഗങ്ങൾക്ക് അറിയാം. പക്ഷെ അതിലൊരു കഥയുടെ ഒരു വേർഷൻ ഞാൻ പറയുന്നത് കോപ്പറേഷന്റെ മനോഹരമായ ഒരു ഉദാഹരണമായതുകൊണ്ടാണ്. ആമയും മുയലും ആദ്യം ഓടുന്നു, ആരോ പറഞ്ഞിട്ട്. കഷ്ടകാലത്തിന് ആ മുയൽ ഉറങ്ങിപ്പോകുന്നു. അമിത വിശ്വാസം, ഒന്നും പരീക്ഷിക്കാനാവാതെ തന്നെ തന്റെ തോൽവി വന്നപ്പോ നിരാശനായ മുയൽ ആമയോട് പറയുന്നു, എടോ എനിക്കൊരു മണ്ടത്തരം വെച്ച് ഞാൻ ഉറങ്ങിപ്പോയി, ഒന്നുകൂടെ എന്റെ കൂടെ ഓടാൻ പറ്റുമോ? ആമ ഓടുന്നു, മുയൽ ജയിക്കുന്നു. കാരണം മുയൽ തന്നെ കഴിവ് മനസ്സിലാക്കി ഓടും, ജയിക്കുന്നു. സ്കോർ ബോർഡ് 1-1. ഈ അവസ്ഥയിലാണ് ബുദ്ധിമാനായ ആമ പറയുന്നത്, നമ്മൾ ഒന്നും കൂടെ ഓടിക്കൂടെ, പക്ഷെ ട്രാക്ക് ഞാൻ നിശ്ചയിക്കും.
നിന്റെ ഇഷ്ടം പോലെ എന്ന് പറയുന്നു. പക്ഷേ മുയൽ ഓടിയെത്തുമ്പോഴേക്ക് ട്രാക്ക് അപ്പുറമുള്ള ഒരു പുഴയുടെ അക്കരയായതുകൊണ്ട് നിസ്സഹായനായി മുയലോട് തോൽക്കുന്നു. സ്കോർ ബോർഡ് 2-1. ഈ അവസ്ഥയിൽ ആ രണ്ടുപേരിരുന്ന് ആലോചിക്കുന്ന ഒരു ചോദ്യത്തിൽ മുയൽ പറയുന്ന ഒരു നയതന്ത്ര നീക്കമുണ്ട്. സുഹൃത്തെ, ഇതേ ട്രാക്കിൽ നമുക്ക് ഒന്നുകൂടി ഓടിക്കൂടെ? എങ്ങനെ? ആദ്യം ഞാൻ നിന്നെ വഹിക്കാം, അപ്പോൾ ഞാൻ നന്നായി ഓടും. അത് കഴിഞ്ഞ് ആ പുഴ കടക്കുമ്പോൾ നീ എന്നെ വഹിക്കുക, നമ്മൾ രണ്ടുപേരും ജയിക്കും. അതാണ് കോപ്പറേഷന്റെ കഥ. ഒരുപക്ഷെ 4ാമത്തെ വേർഷനാണ് ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. സഹകരണമില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും കേൾക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആസ് എ ടീം ലീഡർ, നിങ്ങളുടെ സഹകരണ മനോഭാവം എത്രയുണ്ട്? തന്റെ അനുയായിക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറ്റുമ്പോൾ ഓടിയെത്താറുണ്ടോ? സ്വയം ചോദിക്കുക. അല്ല ഒഴിഞ്ഞു പോവുകയാണോ പതിവ്? ഈ ഓടിയെത്തുന്ന മനോഭാവത്തെയാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. സ്വയം ചോദിക്കും, സഹകരണം നിങ്ങൾക്കുണ്ടോ? ഈ ലോകത്ത് സഹകരണം പഠിപ്പിക്കുന്നവയല്ലേ മതങ്ങൾ? എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? സഹകരണമല്ല. ഈ ലോകം മുഴുവൻ സ്വർഗമാക്കാൻ ഞാൻ എപ്പോഴും എന്റെ ട്രെയിനിങ്ങിൽ പറയാറുണ്ട്, ഈ സ്വർഗമാക്കാൻ അരമണിക്കൂർ മതി, ഇത് നരകമാക്കാനാണ് മണിക്കൂർ വേണ്ട. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കുഴപ്പമാണ്, നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം അതാണ്. അതാണ് ഇവിടെ പറയുന്നത് കോപ്പറേഷന്റെ കാര്യം. അപ്പൊ ഏതാണ്ട് 10 ക്വാളിറ്റീസിലേക്ക് വന്നു. ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്, ശ്രദ്ധിക്കുക. 1 ധൈര്യം, 2 ആത്മനിയന്ത്രണം, 3 നീതിബോധം, 4 തീരുമാനമെടുക്കുകയും അല്ല ഒരു കൃത്യത, പ്ലാനിങ്ങിന്റെ കൃത്യത, കൂടുതൽ ചെയ്യാനുള്ള കഴിവ്, ഒരു പ്ലീസിങ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്, കേൾക്കാനുള്ള കഴിവ്, എല്ലാം കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു പൊസിഷൻ, തന്റെ പൊസിഷൻ എന്താണെന്ന് അറിയാനുള്ള കഴിവ്, അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വത്തിന് ഏറ്റെടുക്കാനുള്ള കഴിവ്, ഓപ്പറേഷൻ അല്ലെങ്കിൽ സഹകരണ മനോഭാവം, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇനി അപ്പൊ ഒരു 11 ഉണ്ട്. ഇതിൽ പലതും നമുക്ക് ഉണ്ടാവാം, ഇല്ലാത്തത് നമ്മൾ ഉണ്ടാക്കാൻ നോക്കുക. എന്നാൽ ഇവിടെ ഇനി നമ്മുടെ നെപ്പോളിയനിൽ പറയുന്ന ഒരു കാര്യം, ലീഡർഷിപ്പ് 2 ഉണ്ട്. 1 ലീഡർഷിപ്പ് ബൈ ഫോഴ്സ്, 2 ലീഡർഷിപ്പ് ബൈ കൺസെന്റ്. അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് സ്വയം ലീഡറായിട്ട് വരുന്ന ആളാണ് ലീഡർഷിപ്പ് ബൈ കൺസെന്റ് എന്ന് പറയുന്നത്. ആരൊക്കെയോ നിർബന്ധിച്ച് നമ്മളെ ഒരു ലീഡറാക്കി മാറ്റുമ്പോഴാണ് ലീഡർഷിപ്പ് ബൈ ഫോഴ്സ് ആവുന്നത്. നിങ്ങൾ ലോകത്ത് ഈ ലീഡേഴ്സിനെ എടുത്ത് നോക്കിയാൽ ചിലവർ ഏകാധിപതികളായി മാറുന്നുണ്ട്, അത് മാറ്റിവെക്കുക. അല്ലെങ്കിൽ തന്നെ വിജയിക്കുന്നത് ഈ 2ാം വിഭാഗക്കാരാണ്. ആദ്യ വിഭാഗം ലീഡർഷിപ്പ് ബൈ കൺസെന്റ്. ആരും നിർബന്ധിച്ച് ലീഡർഷിപ്പ് ആയവർ വരില്ല. അതായത് ഇനി അടുത്ത അദ്ദേഹം പറയുന്നത് ഈ ലീഡർഷിപ്പ് പരാജയപ്പെടാനുള്ള 10 കാരണങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ ലീഡർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു, ഇനി അത് പരാജയപ്പെടാനുള്ള കാര്യങ്ങൾ ഏതാണ്ട് 2 തമ്മിൽ ബന്ധമുള്ളത് കൊണ്ട് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. 1 ഇൻഎബിലിറ്റി ടു ഓർഗനൈസ് ഡീറ്റെയിൽസ്, അതായത് അതിന്റെ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി അത് ഓർഗനൈസ് ചെയ്യാൻ, ആസൂത്രണം ചെയ്യാനുള്ള കഴിവ് കുറവാണ് ഈ നമുക്ക് ലീഡർഷിപ്പ് പരാജയപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. 2ാമത്തത് അൺവില്ലിംഗ്നെസ് ടു റെൻഡർ ഹംബിൾ സർവീസ്, അതായത് സേവനം ചെയ്യാൻ ഇഷ്ടമല്ല. എനിക്ക് പറ്റില്ല, എപ്പോഴും പറയും എനിക്ക് എന്ത് കിട്ടും, ഞാൻ ഈ ക്ലാസ് എടുത്താൽ എനിക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു സേവനം ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തരം താഴുമ്പോൾ നിങ്ങൾ ലീഡർഷിപ്പിൽ പരാജയപ്പെടും. 3ാമത്തത് എക്സ്പെക്ടേഷൻ ഓഫ് പേ ഫോർ വാട്ട് ദേ നോ ഇൻസ്റ്റെഡ് ഓഫ് വാട്ട് ദേ ഡു വിത്ത് ദാറ്റ് വിച്ച് ദേ നോ. അവരെന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ നിങ്ങൾ അവർക്ക് എന്ത് അറിയുന്നു എന്നതിലേക്ക് ശ്രദ്ധിക്കും. The world does not pay men for that which they know. It pays them for what they do. അതായത് പറഞ്ഞാൽ പോരാ, അത് ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ലീഡേഴ്സ് നിങ്ങളിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ പ്രഭാഷണം കേൾക്കാൻ വന്നിരിക്കുമ്പോൾ നിങ്ങൾ ചിലത് പ്രതീക്ഷിക്കുന്നു, അതെനിക്ക് നൽകാൻ പറ്റുന്നു. ആ ഒരു ചോദ്യം സ്വയം ചോദിക്കണം.
എനിക്കതിനോട് നീതി പുലർത്താൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാനത് ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അതിന് ഞാൻ എന്ത് ചെയ്യുന്നു എന്നാണ് നമ്മൾ പ്രാധാന്യം, എന്റെ അറിവല്ല. പിന്നെ മറ്റൊരു ഏറ്റവും വലിയ പ്രശ്നം തരിക, തന്റെ അനുയായികൾ ആരെങ്കിലും ലീഡറായി പോവോ എന്നുള്ള പേടി, ഫിയർ ഓഫ് കോമ്പറ്റീഷൻ ഫ്രം ഫോളോവേഴ്സ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സെന്റൻസ് ആണ്. തന്റെ അനുയായികൾ ലീഡറായാൽ തന്റെ സ്ഥാനം പോയില്ലേ, മണ്ടൻ, തിരുമണ്ടൻ. ലീഡർഷിപ്പിനെ കുറിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സെന്റൻസ് ഉണ്ട്. ലീഡർ ഈസ് എ പേഴ്സൺ ഹു ഫൈൻഡ്സ് അതേഴ്സ് ലീഡർഷിപ്പ്. മറ്റുള്ളവരുടെ നേതൃവാസനകൾ കണ്ടെടുത്ത് അവർക്ക് അത് വളർത്തിയെടുക്കാനുള്ള അവസരം കൊടുക്കുന്നവനാണ് ലീഡർ. സോ ഹി ഈസ് സൈലന്റ്. അല്ലാതെ എല്ലാം എന്റെ തലയിൽ വെക്കുന്നവനല്ല. ഡെലിഗേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് ലീഡർഷിപ്പിൽ. ഇപ്പൊ ഞാനൊരു ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ എന്റെ ഉദാഹരണം എടുക്കാൻ അങ്ങനെ എളുപ്പം മനസ്സിലാവാനാണ്. എല്ലാം ഞാൻ ചെയ്യണം, കാരണം എനിക്ക് എല്ലാവരും ഭയമാണ്. അങ്ങനത്തെ എത്രയോ ഹെഡ് മാസ്റ്റേഴ്സ് ഉണ്ട്, അവരുടെ ജീവിതം കട്ടപ്പോകാം. ഞാൻ ആദ്യമായി ചെയ്യുന്നത്, എന്റെ സ്കൂളിൽ എല്ലാവരും വിശ്വസിക്കുന്നു, അവർക്കൊക്കെ ലീഡർഷിപ്പിന്റെ ഓരോ കാര്യങ്ങൾ കൊടുക്കുന്നു. ഞാൻ ഒന്നും അറിയാറില്ല, പക്ഷെ ഞാൻ ഒബ്സർവ് ചെയ്യും. എവിടെയാണോ ക്രൈസിസ് ഞാൻ അവിടെ ജമ്പ് ചെയ്യും. ഐ വിൽ ബി ഇൻ ഫ്രണ്ട്. An issue comes, I will be in front. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആ രീതിയിലേക്ക് നിങ്ങൾക്ക് വളരാൻ പറ്റുന്നുണ്ടോ? അല്ല തന്നെ അനുയായികൾ ലീഡർ ആവുമ്പോൾ അസ്വസ്ഥനാവുകയല്ല വേണ്ടത്. അവർ വിജയിക്കുമ്പോൾ അവരെക്കാൾ സന്തോഷിക്കുന്നവരായിരിക്കണം നിങ്ങൾ. എങ്കിലേ നിങ്ങൾ നല്ലൊരു ലീഡർ ആവും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇത് ഈ ഓരോ ലീഡേഴ്സിനെ പഠിച്ചിട്ട് പറഞ്ഞതാണ്. അടുത്തത് ലാക്ക് ഓഫ് ഇമാജിനേഷൻ. ഭാവനയില്ലാത്ത കുറെ ആൾക്കാർക്ക് ലീഡർ ആവാൻ പറ്റില്ല. നിങ്ങളൊരു വലിയ പ്രൊജക്ട് തുടങ്ങുന്നു, അല്ലെ വലിയ വിജയം ഉണ്ടാവുന്ന ഒരു പദ്ധതി കാണുന്നു, അതിന്റെ ഇമാജിനേഷൻ കുറഞ്ഞാൽ നിങ്ങൾ ലീഡർഷിപ്പ് ഉണ്ടാവും. പിന്നെ ഏറ്റവും വലിയ അപകടം പിടിച്ച സാധനമാണ് സ്വാർത്ഥത, സെൽഫിഷ്നെസ് എന്ന മനോഹരമായ വാക്ക്. ലീഡർ എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥനായിരിക്കണം. ഇപ്പൊ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇലക്ഷനിൽ പരാജയപ്പെട്ടു എന്നിരിക്കട്ടെ, ഉടനെ ലീഡർ സ്ഥലം വിടുന്നുണ്ടാവും. അങ്ങനെയുള്ള ലീഡേഴ്സിന്റെ കൂടെ ഒരു കാര്യമില്ല, അവരവിടെ കൂടെ നിൽക്കണം. നോക്കാം, ലെറ്റസ്. അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് ഫെയിലറായി APJ അബ്ദുൽ കലാമിന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യം ഞാൻ എഴുതുവാണ് ഇവിടെ പറഞ്ഞു. SLV ദൗത്യം പരാജയപ്പെട്ടപ്പോൾ ജീവിതം പോലെ അവസാനിപ്പിക്കാൻ ശ്രമിച്ച ഡോക്ടർ അബ്ദുൽ കലാമിനോട് സതീഷ് ധവാൻ എന്ന അദ്ദേഹത്തിന്റെ ലീഡർ പറഞ്ഞത്, നീ പേടിക്കണ്ട, ഞാനാണ് പത്രസമ്മേളനം നടത്താൻ പോകുന്നത്, അതിന് മുഴുവൻ പരാജയം ഞാൻ ഏറ്റെടുത്തായി പറയും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പാടില്ല, എന്റെ മിസ്റ്റേക്ക് ആണ്. നോ. അതുകൂടെ പത്രക്കാരെ വിളിച്ച് സതീഷ് ധവാൻ പറഞ്ഞു, ഈ ദൗത്യം പരാജയപ്പെടാൻ കാരണം ഞാനാണ്, ബട്ട് വി വിൽ കം ബാക്ക്. വീണ്ടും ഇന്ത്യ വിജയിച്ചപ്പോ അതേ അബ്ദുൽ കലാം തന്നെ വിജയിച്ചപ്പോ പറഞ്ഞു, ഇനി നീ പോയി സംസാരിക്കൂ, കാരണം വിജയിച്ചപ്പോൾ നീയാണ് പറയേണ്ടത്, പരാജയപ്പെടുമ്പോൾ ഞാൻ. അതാണ് യഥാർത്ഥ ലീഡർഷിപ്പ് എന്ന് തന്റെ പുസ്തകത്തിലും അതോടൊപ്പം പ്രഭാഷണങ്ങളിലും ഡോക്ടർ APJ പറഞ്ഞത് മറ്റൊന്നുമല്ല സുഹൃത്തുക്കളെ. ഈ ക്വാളിറ്റി നിങ്ങൾക്കുണ്ടാവണം. അതാണ് ഞാൻ പറഞ്ഞത്, സ്വാർത്ഥതയില്ലാത്ത അവസ്ഥ. ചിലവരുണ്ട്, താഴെ തട്ടിലുള്ളവർ ചെയ്ത പ്രവർത്തനത്തിന്റെ ക്ലെയിം ഏറ്റെടുത്തുകൊണ്ട് ഞാനാണ് ചെയ്യല് പറയില്ല. അങ്ങനത്തെ ലീഡറില്ലേ, അവരൊക്കെ അപകടകാരികളാണ്. പറഞ്ഞ മനസ്സിലല്ലോ. അതായത് അതുപോലെ ബഹുമാനം പിടിച്ചു പറ്റാൻ ശ്രമിക്കരുത്, അത് സ്വയം ഉണ്ടാവണം. അത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ നീതിയുള്ളവരായിരിക്കും. ഡിസ്ലോയൽ ലോയൽറ്റി അല്ലെങ്കിൽ ഒരു വിശ്വാസ്യത എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ലീഡർഷിപ്പിന്റെ അതോറിറ്റിയായി മാറണം. എന്ന് പറഞ്ഞാൽ ലീഡർ എന്ന നിലയിൽ അതിന്റെ ഒരു സെറിനിറ്റി, അതിന്റെ ഒരു പവിത്രത സൂക്ഷിക്കുന്ന ഒരാളായിരിക്കണം. അല്ലാതെ വെറുതെ ഒരു ലീഡറായിട്ട് കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഈ അധ്യായത്തിൽ വളരെ വിശദമായിട്ട് ലീഡർഷിപ്പിന്റെ പല മേഖലകളിലൂടെ അദ്ദേഹം കടന്നുപോയി ഒട്ടനവധി ഉദാഹരണങ്ങൾ കൂടി അദ്ദേഹം ഇവിടെ പറയുന്നു. അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് ഓർഗനൈസേഷനെ കുറിച്ച് പഠിച്ചു, അതിൽ ആൾക്കാരെ കുറിച്ച് പഠിച്ചു. എന്നിട്ടാണ് അദ്ദേഹം ഈ മനോഹരമായ ഈ പ്രസ്താവന ഉണ്ടാക്കിയത്. അതിന് ഒരുപാട് കാര്യം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം നമുക്കൊരു പാഠത്തിലൂടെ മനസ്സിലാകുന്നതിനേക്കാൾ ഉപരി എനിക്ക് എന്താണ് പഠിപ്പിക്കാൻ പറ്റുന്നില്ല എന്തോ. നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വലിയ ലീഡർഷിപ്പിൽ എത്തണമെങ്കിൽ ഇതൊക്കെ വേണം. അത് നിങ്ങൾ എംപ്ലോയി ആവാം, എംപ്ലോയർ ആവാം, നിങ്ങളൊരു സർവീസ് ഹാൻഡ് ആവാം, ആരായാലും ശരി, അതിനൊന്നും ഒരു മാറ്റവും വേണ്ട. ഒക്കെ ഇതേ കാര്യങ്ങളാണ്. വളരെ ദീർഘമായ ഒരു അധ്യായമാണ് ഈ നമ്മൾ പറയാൻ പോകുന്നത്. എന്നിട്ട് അദ്ദേഹം
രണ്ട് പറയുന്നുണ്ട്, ക്യൂസ്. രണ്ട് ക്യൂ. ഒരു ക്യൂ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി, ഒരു ക്യൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി. ഗുണവും അതിന്റെ അളവും. ഇതിന്റെ ലീഡർഷിപ്പ്. നിങ്ങളുടെ ഈ രണ്ട് ക്യൂ, നിങ്ങളുടെ ക്വാളിറ്റി എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗുണം എന്താണ്, നിങ്ങളുടെ കഴിവ് എന്താണ്, അതേപോലെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് സമൂഹത്തിൽ അത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ക്യൂ അതിൽ പറഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ ക്വാളിറ്റി ക്വാണ്ടിറ്റി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ എന്ന് വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നു. ഈ ക്യൂ എന്ന് പറയുന്നത് ഓർമ്മിച്ചോളൂ. നിങ്ങളുടെ ക്വാളിറ്റി, നിങ്ങളുടെ ക്വാണ്ടിറ്റി എത്ര, അതേപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ഗുണം. അപ്പൊ കാരണം നിങ്ങൾ എല്ലാ ഒരു ലീഡറും ഒരു സർവീസ് മാനായിട്ട്. എന്നിട്ട് അയാൾ കുറേ കാര്യങ്ങളിൽ പറയുന്നുണ്ട്. 30 മേജർ കോസസ് ഓഫ് ഫെയിലിയർ. ഇന്ന് നമ്മളത് അതിലേക്ക് പോകുന്നില്ല, കാരണം ഒരു ലെങ്തി ആയ ഒരു അധ്യായമാണത്, അതിന്റെ ഭാഗമാണ്. ഇതിൽ തന്നെ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അതൊരു 10-30ഓളം കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. മിക്കവാറും ഈ പറയുന്ന കാര്യങ്ങളുടെ ആവർത്തനവും അതിൽ കണ്ടേക്കാം. അപ്പൊ ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്ന മനോഹരമായ വാക്കിന്റെ വലിയ അർത്ഥത്തിലേക്ക് നമ്മൾ എത്തിക്കാനാണ് ഈ അധ്യായത്തിൽ, ഓർഗനൈസ് പ്ലാനിങ് എന്ന് പറയുന്ന അധ്യായത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട നെപ്പോളിയൻ ഹിൽ ശ്രമിക്കുന്നു. ഒരുപക്ഷെ ഇന്നത്തെ ഈ 1 മണിക്കൂർ അല്ല 3/4 മണിക്കൂർ നേരം നമ്മൾ കേട്ടപ്പോൾ ഒരു ഗുണമെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്ന് ചിന്തിച്ചു. ഒരു ഗുണമില്ലെങ്കിൽ അത് കണ്ടെത്തും. ഒന്ന്, നിങ്ങൾ അനുയായികളെ സ്നേഹിച്ചൂടെ. ഇനി ആദ്യം ഞാൻ ഇതിന്റെ കുറച്ചും കൂടെ അതിര് കടന്ന അവസ്ഥയിൽ പറയുന്നത്, ഇപ്പൊ അടുത്ത കാലത്തിലെ ലീഡർഷിപ്പ് നെപ്പോളിയനിൽ പറഞ്ഞല്ല, നിങ്ങൾ മറ്റുള്ളവരുടെ വിധേയരാവുക, എന്നിട്ട് അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. നിങ്ങളിലെ ലീഡർഷിപ്പ് പുറത്തു വരും. ഇത് ഇപ്പൊ അടുത്ത കാലത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. അഹങ്കാരം മാറ്റിവെച്ച് എന്നെ എല്ലാവരും അംഗീകരിക്കണമെന്ന് ചിന്തിക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓരോ വ്യക്തിയും ചിന്തിക്കുമ്പോൾ അവിടെ ഓരോ ലീഡേഴ്സ് ഉണ്ടാവും. ആ ലീഡേഴ്സ് ഒക്കെ ചേരുമ്പോൾ അവർ ജീവിതത്തിലെ വൻ വിജയങ്ങളായി മാറും. ഏതായാലും ഇത്രയും സമയം വളരെ ഗൗരവമായ വിഷയം കേട്ടു. ഇനി നമുക്ക് ചർച്ചകളൊക്കെ വരാനുണ്ട്. ഏതായാലും ഇന്നത്തെ ദിവസം മനോഹരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനി ഉറക്കത്തിലെ യാത്രയിലേക്ക് പോകുന്നതിന് മുമ്പേ ഇന്ന് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്ന ചിന്തകളായി ഇവ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഓട്ടോ മിനീഷ്. താങ്ക് യു സോ മച്ച് സാർ. ഏതായാലും ഇന്നത്തെ ടോപ്പിക് ഏതായാലും ഇതിലെ ബഹുഭൂരിപക്ഷ ആളുകൾക്ക് ഒരുപാട് ഉപകാരം കിട്ടുന്ന ഒരു മേഖലയാണ് ലീഡർഷിപ്പും അതിന്റെ ക്വാളിറ്റിയും. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനോ പറയാനോ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. എവിടെ ലീഡർ ആവണോ എന്നുള്ളത് ചോദിച്ചു നോക്കുക. വീട്ടില് അല്ലെ, ജോലി സ്ഥലത്ത്. ഡയറക്ട് സെല്ലിങ് ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ ഇതിൻ്റെ അകത്തുണ്ട്. ആ ഡയറക്ട് സെല്ലിങ് ഇൻഡസ്ട്രിയിൽ, നിങ്ങളുടെ ടീമിൽ, സമൂഹത്തിൽ എവിടെ ലീഡർ ആകുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള 10-13 പോയിന്റുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അത് എത്രത്തോളം സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുന്നു എന്നുള്ളതായിരിക്കും നമ്മളെ ഇന്ന് മുതലുള്ള നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം. ഇത് കേട്ടുപോയിട്ട് കാര്യമില്ല. എനിക്ക് നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് ഉള്ളത് വെച്ചാൽ, നമ്മൾ ഇത് തുടങ്ങുന്ന സമയത്ത് ഏകദേശം 230 ആളുകൾ ഉള്ളത് ഇന്ന് 79 ആളുകളാണ്. ഈ 79ൽ നിന്ന് 500 ആക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം കുറെ കൂടി കളർഫുൾ ആവും. അപ്പൊ അടുത്ത പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഓരോ ആളും ഒരു 4 പേരെയെങ്കിലും ഇതിലേക്ക് ക്ഷണിക്കണം നിർബന്ധമില്ല. പക്ഷെ ഈ കേൾക്കുന്ന ടോപ്പിക്ക് നിങ്ങളുടെ വീട്ടിലോ കുടുംബത്തിലോ സുഹൃത്തുക്കളിലോ ടീമിലോ ആരെങ്കിലും ഒക്കെ കേട്ടാൽ നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷണിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുന്നു. വെൽക്കം ഓൾ. ആർക്ക് വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം.